ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ എക്കോണമി ത്രൂ വേരിയസ് സെക്ടേഴ്സ് എന്ന 5ാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷനാണ്. അപ്പോൾ റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒപ്പം എന്ത് ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് വേണം എന്ത് ചെയ്യാൻ പോകാനായിട്ട്. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് ഈ ഒരു ഫുൾ ചാപ്റ്റർ നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ്. സോ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഈ രീതിയിലൊരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ളൊരു റിവിഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നോക്കിക്കോ, നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ സെക്ടറുകളെ പറ്റി പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഒരു എക്കോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ. എക്കോണമി എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും, അവിടെ ഗുഡ്സും അതുപോലെ തന്നെ സർവീസസും അല്ലേ, സാധനങ്ങളും അതുപോലെ തന്നെ എന്താണ് സേവനങ്ങളും ഉണ്ടാകും. ഈ സാധനങ്ങളും സേവനങ്ങളും ആൾക്കാരിലേക്ക് എത്തിക്കും. അങ്ങനെയുള്ളൊരു എക്കോണമി നമുക്ക് പ്രധാനമായിട്ടും 3 സെക്ടറുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണത്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. അതിലെന്താണ് പ്രൈമറി സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേച്ചറിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സുകളെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നു. ദ സെക്ടർ ദാറ്റ് യൂസസ് നാച്ചുറൽ റിസോഴ്സസ് ഡയറക്റ്റ്ലി. അപ്പോൾ കൃഷിയാണ് ഇവിടെ കൂടുതലായിട്ടും വരുന്നത് കൊണ്ട് തന്നെ നമ്മളിതിനെ എന്തെന്ന് വിളിക്കാറുണ്ട്, അഗ്രികൾച്ചറൽ സെക്ടർ എന്നും പറയാറുണ്ട്. അപ്പോൾ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. അവിടെ നമ്മൾ നാച്ചുറൽ റിസോഴ്സുകളെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ ചെടി നടുന്നു, ചെടിയിൽ നിന്ന് കിട്ടുന്ന സാധനത്തെ നമ്മൾ എടുക്കുന്നു. നമ്മൾ പ്രത്യേകിച്ച് മെഷീനോ കാര്യങ്ങളോ ഒന്നും ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. രണ്ടാമത് വരുന്നതാണ് എന്ത്, സെക്കൻഡറി സെക്ടർ. ഇവിടെ എന്താണ്, ഇൻഡസ്ട്രികൾ വരികയാണ്, അതുപോലെ തന്നെ എന്താണ് മാനുഫാക്ചറിങ്ങും വരികയാണ്. നമ്മൾ സാധനങ്ങളെ റോ മെറ്റീരിയൽസിനെ ഒരു ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്ത് പുതിയൊരു ഉൽപ്പന്നമാക്കി മാറ്റുന്നതാണ് എന്തിനകത്ത് വരുന്നത്, സെക്കൻഡറിക്കകത്ത് വരുന്നത്. അപ്പോൾ ഇത് നടക്കുന്നത് ഒരു ഫാക്ടറിയിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വിളിക്കും, ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിളിക്കും. മൂന്നാമത് വരുന്നതാണ് എന്ത്, ടെറിഷറി സെക്ടർ. അപ്പോൾ എന്താണ് ടെറിഷറി സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെറിഷറി സെക്ടറിൽ നമ്മൾ പ്രോഡക്റ്റുകളൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, നോ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. പക്ഷേ എന്താ ഉള്ളത്, ഇറ്റ് പ്രൊവൈഡ് സർവീസസ്, സേവനങ്ങൾ മാത്രം കൊടുക്കുന്ന മേഖലയാണ് എന്ത്, തൃതീയ മേഖല അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സേവനങ്ങളായതുകൊണ്ട് തന്നെ ഈ സെക്ടറിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സർവീസ് സെക്ടർ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഒന്നാമത്തെ പോയിൻ്റാണ് എന്ത്, സെക്ടറുകൾ. സെക്ടറുകൾ എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. പറഞ്ഞ ഏതൊക്കെയാണ്, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പ്രൈമറിയിൽ നാച്ചുറൽ റിസോഴ്സസ് ആർ യൂസ്ഡ് ഡയറക്ട്ലി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അഗ്രികൾച്ചർ സെക്ടർ. ഇതിനകത്ത് അഗ്രികൾച്ചർ വരും, അനിമൽ ഹസ്ബൻഡറി വരും, മിനറൽസ് മൈൻ ചെയ്തെടുക്കുന്ന മൈനിങ്ങും വരും. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, സെക്കൻഡറി സെക്ടർ. ഹിയർ ഇൻഡസ്ട്രി ആൻഡ് മാനുഫാക്ചറിങ് ഈസ് ഇൻവോൾവ് അല്ലേ. അവിടെ ഇൻഡസ്ട്രികളുണ്ട്, അവിടെ എന്ത് ചെയ്യും, മാനുഫാക്ചറിങ് നടക്കും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. മൂന്നാമത് വരുന്നതാണ് എന്ത്, ടെറിഷറി സെക്ടർ വിച്ച് പ്രൊവൈഡ് സർവീസസ്. ഇവിടെ ഗുഡ്സ് ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കുന്നില്ല, സേവനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളതിനെ എന്ത് വിളിക്കും, സേവന മേഖല എന്നും വിളിക്കും, സേവന മേഖല എന്നും എന്ത് ചെയ്യും, വിളിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഈ സെക്ടറുകൾ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ഇൻ്റർ ഡിപ്പെൻഡൻ്റ് എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്, ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് പ്രൈമറിയിൽ നിന്നുണ്ടാക്കുന്ന സാധനങ്ങളാണ് എന്താണ്, ഈ പറയുന്ന റോ മെറ്റീരിയൽസും ഫുഡുമായിട്ട് എവിടെ പോകുന്നത്, ഈ പറയുന്ന സെക്കൻഡറിലോട്ട് പോകുന്നു. അപ്പോൾ പ്രൈമറിയിൽ നിന്ന് നേരെ സെക്കൻഡറിലോട്ട് എന്ത് പോകുന്നു, റോ മെറ്റീരിയലും ഫുഡും പോകുന്നു. അടുത്ത സെക്കൻഡറിയിൽ നിന്ന് തിരിച്ച് എന്താണ്, മാനുഫാക്ചർ ചെയ്ത ഗുഡ്സും അതുപോലെ തന്നെ എന്താണ് എക്യുപ്മെൻറ്റുകളും പോകുന്നു. സെക്കൻഡറിയിലോട്ട് അല്ലെങ്കിൽ സെക്കൻഡറിയിൽ നിന്ന് ടെറിഷറിയിലോട്ട് എന്താ പോകുന്നത്, സെയിം സാധനം, മെഷീൻസും മാനുഫാക്ചർ ചെയ്ത ഗുഡ്സും. ടെറിഷറി എന്താണ്, സർവീസ് കൊടുക്കും സെക്കൻഡറിക്ക്. ഇതേ ടെറിഷറിൻ്റെ ആർക്കും സർവീസ് കൊടുക്കും, പ്രൈമറിക്കും സർവീസ് കൊടുക്കും. പ്രൈമറി വരും ടെറിഷറിക്ക് എന്ത് കൊടുക്കും, ഫുഡ് കൊടുക്കും. അപ്പോൾ പരസ്പരം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ്, ഇത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ദേശീയ വരുമാനത്തെ പറ്റിയാണ്. അപ്പോൾ ഒരു രാജ്യത്ത് കിട്ടുന്ന വരുമാനം അല്ലേ. അപ്പോൾ ഫസ്റ്റ് പഠിക്കണം, വാട്ട് ഈസ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ അക്കൗണ്ടിങ് ഇയർ. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എന്ത്, മണി വാല്യൂ, അതിൻ്റെ ടോട്ടൽ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. അപ്പോൾ എന്താണ് ദേശീയ വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ്, എൻ്റെ ഒപ്പം പറഞ്ഞു, ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. ഒന്നുകൂടെ, ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ്
ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അക്കൗണ്ടിങ് ഇയർ ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെ. അപ്പോൾ വരുന്ന ചോദ്യം എന്താണ് ഈ ഫൈനൽ ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ പറയുന്ന ഫൈനൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന് വീണ്ടും ഒരു പ്രോസസ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങുന്ന എക്സാമ്പിൾ പറഞ്ഞാൽ, അപ്പോൾ ബിസ്ക്കറ്റ് വാങ്ങിച്ച് നമ്മൾ ഡയറക്റ്റ് കഴിക്കുന്നു. സോ ഫൈനൽ ഗുഡ്സ്. അപ്പോൾ എന്തിനാണ് ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരുപാട് പോയിന്റ് നമുക്ക് ചുരുക്കി പറയാം. ഒന്ന്, ഓരോ സെക്ടറിൻ്റെയും ഇൻകം കണ്ടുപിടിക്കാൻ, ടു ഫൈൻഡ് ദ ഇൻകം ഓഫ് ഈച്ച് സെക്ടർ. ടു ഫൈൻഡ് ദ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ടു ഫൈൻഡ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് സെക്ടർ, ഓരോ സെക്ടറും നമ്മുടെ എക്കോണമിക്ക് എത്ര രൂപ തരുന്നു. അതുപോലെ തന്നെ എന്താണ്, ടു കമ്പയർ സെക്ടേഴ്സ് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ദേശീയ വരുമാനം എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം എന്ന് ചോദിച്ചാൽ, ഒന്ന്, ടു ഫൈൻഡ് ദ ഇൻകം ഓഫ് ഈച്ച് സെക്ടർ, ടു ഫൈൻഡ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ഈച്ച് സെക്ടർ അല്ലെങ്കിൽ കൺട്രി, ടു ഫൈൻഡ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് സെക്ടർ ടു ദ എക്കോണമി ആൻഡ് ടു കമ്പയർ സെക്ടേഴ്സ്. അതുപോലെ തന്നെ എന്താണ്, ടു കമ്പയർ കൺട്രീസ്, രാജ്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം വെച്ച് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഏതൊക്കെ മെത്തേഡിലാണ് നമ്മൾ ദേശീയ വരുമാനം മെഷർ ചെയ്യുന്നത്? മൊത്തം മെത്തേഡുകളുടെ എണ്ണം 3. അതിൽ ആദ്യം വരുന്ന മെത്തേഡിൻ്റെ പേര് പ്രോഡക്റ്റ് മെത്തേഡ്. എന്താ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ, ഹിയർ മണി വാല്യൂ അല്ലെങ്കിൽ ഈ പറയുന്ന നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷ്യറി സെക്ടറും ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സിൻ്റെ മണി വാല്യൂ എടുത്താൽ പ്രോഡക്റ്റ് മെത്തേഡിലുള്ള ദേശീയ വരുമാനം കിട്ടും. ഓക്കെ, ഇതൊക്കെ സിമ്പിളായിട്ടും പറയാം. ഇവിടെ X1, X2, X3 എന്നാണ് ടെക്സ്റ്റ് കിടക്കുന്നത്. നിങ്ങളിങ്ങനെ പഠിച്ചു വെച്ചാലും മതി. നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി പ്ലസ് വേറെ വല്ലതും ഉണ്ടെങ്കിൽ അത്. അപ്പോൾ അതാണ് എന്ത്, പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നാഷണൽ ഇൻകം കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ പ്രോഡക്റ്റ് മെത്തേഡ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഇൻകം മെത്തേഡ്, വരുമാനം. അപ്പോൾ ഇൻകം മെത്തേഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഹിയർ ദ സം ടോട്ടൽ ഓഫ് എന്താണ്, ഇൻകം ഫ്രം ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ എന്താ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണല്ലേ. ലാൻഡും ലേബറും ക്യാപിറ്റൽ ഓർഗനൈസേഷനും ആണ് എന്ത്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്ത് ആ വരുമാനം കൂട്ടിയെ കിട്ടുന്നതാണ് എന്ത്, ഇൻകം മെത്തേഡ് വഴിയുള്ള ദേശീയ വരുമാനം. അപ്പോൾ നമുക്കറിയാം, ലാൻഡിൽ നിന്ന് കിട്ടുന്നത് റെൻ്റാണ്, ലേബറിന് കിട്ടുന്നത് വേജാണ്, ക്യാപിറ്റലിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്, ഓർഗനൈസേഷന് കിട്ടുന്നത് പ്രോഫിറ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഇൻകം മെത്തേഡിലുള്ള ദേശീയ വരുമാനം. അതിന് നമുക്ക് വേറൊന്നും വിളിക്കാം, എന്തെന്നും വിളിക്കാം, അതിന് നമുക്ക് ഗ്രോസ് നാഷണൽ ഇൻകം എന്നും വിളിക്കാം. അപ്പോൾ ഇൻകം മെത്തേഡിലൂടെ കിട്ടുന്ന ദേശീയ വരുമാനത്തെ തന്നെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഗ്രോസ് നാഷണൽ ഇൻകം എന്നും വിളിക്കാം. കാരണം എന്താ, ഗ്രോസ് എന്ന് വെച്ചാൽ മൊത്തം ഇൻകമാണല്ലോ ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഗ്രോസ് ഇൻകം മെത്തേഡിലൂടെ കിട്ടുമ്പോൾ മൊത്തത്തിലുള്ള ദേശീയ ഇൻകം, ഗ്രോസ് നാഷണൽ ഇൻകം. മൂന്നാമത്താണ് എന്ത്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ചിലവ്, അതായത് നമുക്കുണ്ടാകുന്ന ചിലവും ഗവൺമെൻറ്റിനുണ്ടാകുന്ന ചിലവും കൂടി നമ്മൾ ഒരുമിച്ചെടുക്കുകയാണ്. അതായത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴിയുള്ള ദേശീയ വരുമാനം എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് എ സം ഓഫ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗവൺമെൻറ്. എന്ന് വെച്ചാൽ നമ്മൾ സാധനം വാങ്ങുമ്പോഴുള്ള ചിലവാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, പ്ലസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കുക. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് സർക്കാരിനുണ്ടാകുന്ന ചിലവ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് നെറ്റ് എക്സ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ, നെറ്റ് എക്സ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ പുറത്തോട്ട് കൊടുക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കും, എക്സ്പോർട്ട് എന്നും, നമ്മൾ അകത്തോട്ട് വാങ്ങുന്നതിന് നമ്മൾ എന്ത് വിളിക്കും, ഇമ്പോർട്ട് എന്നും വിളിക്കും. ഈ എക്സ്പോർട്ടും ഈ പറയുന്ന ഇമ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്, നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അതും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴിയുള്ള ദേശീയ വരുമാനം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്തെ മൊത്തം എക്സ്പെൻഡിച്ചറും കണക്കാക്കുകയല്ലേ. അതുകൊണ്ട് എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴി കിട്ടുന്ന ദേശീയ വരുമാനം നമുക്ക് എന്ത് വിളിക്കാം, ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ എന്നും വിളിക്കാം. ഓക്കെ ആണോ? പക്ഷേ ഈ പറയുന്ന ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെ ലിമിറ്റേഷൻസ് ആവുള്ളത്? ഒന്ന്, നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ഒന്നും എന്തല്ല, ആക്യുറേറ്റ് അല്ല. അപ്പോൾ ലാക്ക് ഓഫ് ആക്യുറേറ്റ് ഡേറ്റ. ഇനി ഒരു വരുമാനം തന്നെ, ഒരു മണി വാല്യൂ തന്നെ ഒന്നിലധികം തവണ കൂട്ടാൻ ചാൻസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് ഡബിൾ കൗണ്ടിങ് എറർ. അതിൻ്റെയൊക്കെ വിശദീകരണം നമ്മുടെ ക്ലാസ് വീഡിയോയിൽ ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മറ്റേതാണ് എന്ത്, സെൽഫ് കൺസംഷനുള്ള സാധനങ്ങൾ നമ്മൾ ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യത്തില്ല. പക്ഷേ അതും ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതല്ലേ. നെക്സ്റ്റ്, സോഷ്യൽ സർവീസസ്, സാമൂഹ്യ സേവനങ്ങളും ഹൗസ് വൈഫിൻ്റെ സേവനങ്ങളും നമ്മൾ എന്ത് ചെയ്യാറില്ല, അതിനൊന്നും പൈസയുടെ വാല്യൂ കൊടുക്കാത്തതുകൊണ്ട് തന്നെ അതൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് ലിമിറ്റേഷൻ. ഒന്ന്, നമ്മുടെ കയ്യിലുള്ള ഡേറ്റകളൊന്നും ആക്യുറേറ്റ് അല്ല. രണ്ട്, ഒരു ഡേറ്റ ഒന്നിലധികം തവണ കൂട്ടുന്നത് കാരണം തെറ്റുപറ്റാം. മൂന്ന്, സ്വന്തം കൺസംഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ കൂട്ടാറില്ല. നാല്, സോഷ്യൽ സർവീസും വീട്ടമ്മമാരുടെ കോൺട്രിബ്യൂഷനും നമ്മൾ എന്ത് ചെയ്യാറില്ല, ദേശീയ വരുമാനം കൂട്ടാറില്ല. സോ നമുക്ക് കിട്ടുന്ന ദേശീയ വരുമാനം കറക്റ്റാണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഇനി ദേശീയ വരുമാനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസ് സിമ്പിളാണ്. ഫസ്റ്റ് വരുന്നത് ജി ഡി പി. ജി ഡി പിയിൽ ഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്താ ജി ഡി പി?
ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഡൊമസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ടെറിട്ടറിക്കകത്ത്, വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് എന്ത്, ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്തുണ്ടാക്കുന്ന ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മണി വാല്യൂ എടുത്താൽ കിട്ടുന്നതാണ് എന്ത്, GDP. ഇതിലെന്ത് കൂട്ടൂല, ഫോറിൻ രാജ്യത്തുള്ള ആൾക്കാരുടെ വരുമാനം നമ്മൾ കൂട്ടൂല. അപ്പോൾ GDPയുടെ ഫുൾ ഫോം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. എന്താ അതിൻ്റെ ഡെഫിനിഷൻ എന്താ, ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി. ഏത് കൂട്ടൂല, ഫോറിൻ കൂട്ടൂല. അങ്ങനെയാണെങ്കിൽ ഫോറിൻ കൂടെ കൂട്ടുമ്പോൾ വരുന്നതാണ് എന്ത്, GNP. എന്താ GNPയുടെ ഫുൾ ഫോം, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. നാഷൻ എന്ന് പറയുമ്പോൾ രാജ്യത്തുള്ള എല്ലാവരും വരും. സോ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ സെയിം ഡെഫിനിഷൻ, ഒറ്റ കാര്യം മാത്രം ആഡ് ചെയ്താൽ മതി. മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ആൻഡ് ഫോറിൻ. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്തുള്ളവരുടെയും കൂടെ ഇവിടെ കൂട്ടും, GNPയിൽ കൂട്ടും. അതായത് ഫോറിൻ സാധനം നമ്മളോട് ഇൻക്ലൂഡ് ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, NNP. NNP എന്ന് വെച്ചാൽ എന്താ, N ഫോർ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഇപ്പോൾ പഠിച്ചു, അതിൽ നിന്ന് നെറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കോസ്റ്റ് കുറച്ചാൽ മതി. വരുന്ന സംശയം എന്താണ് ഡിപ്രീസിയേഷൻ കോസ്റ്റ്. ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന തേയ്മാനം നമ്മളതിനെ എന്ത് വിളിക്കും, വിയർ ആൻഡ് ടിയർ. അതിനുണ്ടാകുന്ന തേയ്മാനം. ഈ തേയ്മാനം മാറ്റാൻ വേണ്ടി നമുക്കാകുന്ന പൈസയാണ് എന്ത്, ഡിപ്രീസിയേഷൻ കോസ്റ്റ്. കാലം പഴക്കം കൊണ്ടുണ്ടാകുന്ന ചിലവൊന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ അത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. എന്ത് കിട്ടും, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഒന്നുകൂടെ GDP എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക്, രാജ്യത്തിനകത്ത്. GNP എന്ന് വെച്ചാൽ നാഷണൽ, രാജ്യത്തിനകത്തും പുറത്തും. NNP എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് നാഷണൽ, എന്താണ്, GNP ഗ്രോസ് നാഷണലിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. നെക്സ്റ്റ് വരുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം. എന്താണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർ ക്യാപിറ്റ എന്ന് വെച്ചാൽ പ്രതിശീർഷ വരുമാനം. ദേശീയ വരുമാനത്തെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദേശീയ വരുമാനത്തെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്ത് ഒരു വ്യക്തിയുടെ ഇൻകം എന്ന് നമുക്കിതിനെ ഒരു ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്യാൻ പറ്റും. ഇനി വരുന്ന മറ്റൊരു ടേമാണ് GVA. GVA എന്ന് വെച്ചാൽ ഗ്രോസ് വാല്യൂ ആഡഡ്. എന്ന് വെച്ചാൽ ഓരോ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിലും നമ്മളൊരു ഉൽപ്പന്നത്തിന് എത്ര വാല്യൂ ആണ് ആഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് സം ടോട്ടൽ ഓഫ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലേ. ഒരു ഗുഡ്സിൻ്റെ ആയിക്കോട്ടെ, സേവനത്തിൻ്റെ ആയിക്കോട്ടെ, അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിൻ്റെ സം ടോട്ടലാണെന്ത്, GVA എന്ന് പറയുന്നത്. അതെങ്ങനെ കിട്ടും, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂവിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ചാൽ മതി. എന്താണ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കുറേ സാധനം വാങ്ങൂലേ, അതാണ് എന്ത്, ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ ഞാൻ ഗോതമ്പും പഞ്ചസാരയും സാധനങ്ങളും ഞാൻ പുറത്തുനിന്നല്ലേ വാങ്ങുന്നത്, അതാണ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്കുണ്ടായ ചിലവും എനിക്കുണ്ടായ ലാഭം കൂടി ചേർത്തല്ലേ ഞാൻ വില തീരുമാനിക്കുള്ളൂ. ആ വിലയിൽ നിന്ന് എനിക്കുണ്ടായ ചിലവ് കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത്, ഗ്രോസ് വാല്യൂ ആഡഡ്. ഇത് സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്, നാഷണൽ ലെവലിലും ഉണ്ട്. അപ്പോൾ GVA നമുക്ക് എന്ത് ചെയ്യാം, GVA ഉണ്ട്. ഈ GVAയോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രോഡക്റ്റിന് എടുക്കുന്ന ടാക്സും അതിന് കിട്ടിയ സബ്സിഡിയും കുറച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് എന്ത് തന്നെ ആയിരിക്കും, അത് അവിടുത്തെ GDP തന്നെ ആയിരിക്കും. എന്ത് തന്നെ ആയിരിക്കും, GDP തന്നെ ആയിരിക്കും. ഓക്കെ ആണോ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വാല്യൂ ആഡഡ് GVAയും SGVAയും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ വരുമാനം തരുന്നത് ആരാണ്, അത് ടെർഷ്യറി മേഖലയാണ്, അല്ലേ. ടെർഷ്യറി മേഖലയാണ് നമുക്ക് എന്ത് തരുന്നത്, ഏറ്റവും കൂടുതൽ വരുമാനം തരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ടെർഷ്യറി മേഖല ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയെന്നുള്ള ചോദ്യം പല രീതിയിൽ ചോദിക്കാം. ഒറ്റ ഉത്തരേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തും എഡ്യൂക്കേഷനിലും ഉണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്. അത് കാരണം ആൾക്കാർക്ക് ആരോഗ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിങ്ങും ഇൻഷുറൻസ് മേഖലയിലും ഉണ്ടായ വളർച്ച. കാരണം ടെർഷ്യറി എന്ന് പറഞ്ഞാൽ എന്താണത്, സേവനമാണ്, അല്ലേ. എഡ്യൂക്കേഷൻ സേവനമാണ്, ഹെൽത്ത് സേവനമാണ്, ബാങ്ക് സേവനമാണ്, ഇൻഷുറൻസ് സേവനമാണ്, ട്രാൻസ്പോർട്ടേഷനുണ്ടായ വർധനവ്, കമ്മ്യൂണിക്കേഷനുണ്ടായ വർധനവ്, ടൂറിസത്തിലുണ്ടായ വർധനവ്, ഇതെല്ലാം എന്തിനു നമ്മളെ ഹെൽപ്പ് ചെയ്തു, ടെർഷ്യറിയിൽ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യാനും അതിൽ നിന്നും കൂടുതൽ വരുമാനം കിട്ടാനും നമ്മളെ സഹായിച്ചു. അങ്ങനെ മാത്രമല്ല മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എന്ത്, നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രിയുടെ വളർച്ച. എന്താണ് നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രി? ഏത് ഇൻഡസ്ട്രിയാണോ മനുഷ്യൻ്റെ അറിവിനെയും നോളജിനെയും ഇൻഫർമേഷനെയും ടെക്നോളജിയെയും യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ വിൽക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ അറിവാണെങ്കിൽ ആ ഇൻഡസ്ട്രിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രി. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, കൺസൾട്ടിങ്, ഈ സോഷ്യൽ മീഡിയ ഒക്കെ എന്തിനകത്ത് ഉൾപ്പെടുത്താം, നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രിക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്.
ടെർഷ്യറിയുടെ ഇമ്പോർട്ടൻസ് കൂടാനുള്ള കാരണം ഒന്ന്, ഹെൽത്ത് എഡ്യൂക്കേഷനിലുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്, ബാങ്കിങ് ഇൻഷുറൻസിലുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷനുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്, ടൂറിസത്തിലുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്, ഇതൊക്കെ ഒരു രാജ്യം വളരുമ്പോൾ അതിൻ്റെ കൂടെ വളർന്നു പോകേണ്ട കാര്യമാണ്. അപ്പോൾ നോർമലി രാജ്യം വളരും, ഇതൊക്കെ വളരും. ഇതെല്ലാം കൊണ്ടുപോയി ചേരുന്ന എവിടെയാണ്? ടെർഷ്യറിയിലാണ്. അപ്പോൾ ടെർഷ്യറി അതുകൊണ്ട് വളർന്നു. അങ്ങനെ നമ്മൾ കണ്ടൊരു കാര്യമാണ് എന്ത്? കാലത്തിനനുസരിച്ച് ഓരോ സെക്ടറിനും ഇമ്പോർട്ടൻസ് കൂടുകയും മറ്റൊന്നിന് ഇമ്പോർട്ടൻസ് കുറയുകയും ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ. ദ ചേഞ്ച് ഇൻ ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് സെക്ടർ ഓവർ ടൈം ഈസ് കോൾഡ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ. അതാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ ലാസ്റ്റ് ഭാഗത്തിലോട്ട് നമ്മൾ വരികയാണ്. നമുക്ക് മേഖലകളെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഓർഗനൈസ്ഡ് സെക്ടർ എന്നും മറ്റൊന്ന് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നും. എന്താണ് ഓർഗനൈസ്ഡ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ഇതിനെ സർക്കാർ ജോലി പ്രൈവറ്റ് ജോലി എന്ന് തരംതിരിച്ച് വയ്ക്കരുത്, തെറ്റിപ്പോവും. സർക്കാർ ജോലി പ്രൈവറ്റ് ജോലി അല്ല. നമ്മൾ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്ന ഇൻ്റർവ്യൂ നടത്തി നമ്മുടെ ശമ്പളം എത്രയാണെന്നൊക്കെയുള്ള കാര്യം അവർ വ്യക്തമായിട്ട് പറഞ്ഞ് അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ തന്ന് നമ്മൾ ജോലിക്കെടുത്താൽ അതാണ് ഓർഗനൈസ്ഡ് ജോലി. അതായത് അവിടെ പ്രോപ്പർ ലീഗൽ സിസ്റ്റം ഉണ്ട്. എന്തുകൊണ്ട്? പ്രോപ്പർ ലീഗൽ സിസ്റ്റം ഉണ്ട്. എന്നാൽ അൺഓർഗനൈസ്ഡിനകത്ത് എന്തില്ല? പ്രോപ്പർ ലീഗൽ സിസ്റ്റം. ഇത് പഠിക്കാൻ എളുപ്പമാണ്. ലെഫ്റ്റ് മാത്രം പഠിച്ചാൽ മതി, അപ്പുറത്തല്ല നോട്ടൊന്നും ചേർത്താൽ മതി. രജിസ്റ്റേർഡ് അണ്ടർ ഗവൺമെൻറ് ആണ്, എന്നാൽ ഇവിടെ നോട്ട് രജിസ്റ്റേർഡ് ആണ്. ഇത് പെർമനൻറ്റ് ജോബാണ്, ഇത് നോ പെർമനൻറ്റ് അല്ലെങ്കിൽ നോ അഷുറൻസ് ആണ്. ഇവിടെ ജോബ് സെക്യൂരിറ്റി ഉണ്ട്, ഇവിടെ നോ ജോബ് സെക്യൂരിറ്റിയാണ്. ഇവിടെ നമുക്ക് മറ്റ് പല ആനുകൂല്യങ്ങളും ഉണ്ട്, ബാക്കി നിങ്ങൾക്ക് കയ്യിൽ നിന്ന് ഇടാം അല്ലേ. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പെയ്ഡ് ലീവ് ഉണ്ട്, പ്രോപ്പർ റെസ്റ്റിംഗ് ടൈം ഉണ്ട്, പ്രോപ്പർ ലീവ് ഉണ്ട്, സാറ്റർഡേ സൺഡേ ഹോളിഡേ ഉണ്ട്. അപ്പുറത്ത് അതൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പോയി ശരിയാവും? ഇല്ല. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് മാറ്റാൻ വേണ്ടി പല പല നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് രണ്ടെണ്ണം പഠിച്ചു വയ്ക്കണം. ഒന്ന്, അൺഓർഗനൈസ്ഡ് സെക്ടർ വർക്കർ സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് ഓഫ് 2008. ഓക്കെ, അൺഓർഗനൈസ്ഡ് സെക്ടർ വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2008 പ്രകാരം എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ഗവൺമെൻറ്റുകൾക്ക് ഈ പറയുന്ന ഈ അൺഓർഗനൈസ്ഡ് മേഖലയിലെ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പോളിസികൾ കൊണ്ടുവരാം. അവർക്ക് ഹെൽത്ത് കെയർ ബെനിഫിറ്റ് കൊണ്ടുവരണം, അവർക്ക് ഹൗസിംഗ് ബെനിഫിറ്റ് കൊണ്ടുവരണം, ഓൾഡ് ഏജ് പ്രൊട്ടക്ഷൻ കൊണ്ടുവരണം, അത് പെൻഷൻ കൊണ്ടുവരണം. അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പർ സേഫ് വർക്കിംഗ് കണ്ടീഷൻ കൊണ്ടുവരണം. അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരും. അതുപോലെ വന്ന മറ്റൊരു നിയമമാണ് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020. ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട. പരീക്ഷയ്ക്ക് വേണ്ടി പറയുകയാണ്. ഈ പോയിന്റുകൾ തന്നെ ഇവിടെ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ നോട്ട് ഞാൻ എന്ത് ചെയ്യാം? ടെലഗ്രാമിലിടാം. വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം? ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.